വെറും ഒരേ ഒരു സബ്സ്ക്രൈബറുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് റിസൾട്ട്സിൽ ഒന്നാമതായിട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിത്ത് പ്രൂഫാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാനലിലേക്ക് കയറി കഴിഞ്ഞാൽ 2 വ്യൂസുള്ള ഒറ്റയൊരു ഷോർട്ട് വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സബ്സ്ക്രൈബറുള്ള ഈ ഒരു ചാനൽ എനിക്ക് സെർച്ച് റിസൾട്ട്സിൽ ഒന്നാമതായിട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ചാനലും ഇതേപോലെ തന്നെ ഒന്നാമതായിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ കൊണ്ടെത്തിക്കാൻ വേണ്ടി സാധിക്കും. എങ്ങനെയാണെന്ന് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതുപോലെ യൂട്യൂബ് ബിഗിനേഴ്സിനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുകളാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് തുടർന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. പല ആൾക്കാരും പറയുന്ന ഒരു മിത്താണ്, ഇത്ര സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ആയാൽ മാത്രമേ യൂട്യൂബിൽ നിങ്ങളുടെ ചാനൽ സെർച്ച് റിസൾട്ട്സിൽ വരത്തുള്ളൂ, നിങ്ങളുടെ വീഡിയോസ് സെർച്ച് റിസൾട്ട്സിൽ വരത്തുള്ളൂ. എന്നാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ യൂട്യൂബും ഗൂഗിളും എല്ലാം വർക്ക് ചെയ്യുന്നത് ഒരു ആൽഗരിതത്തിലാണ്. സോ ഈ ഒരു ആൽഗരിതത്തിലേക്ക് നമ്മുടെ വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽസോ ഒക്കെ കയറി പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ടെക്നിക്സ് പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ യൂട്യൂബിൽ ഒരു ചാനലൊക്കെ തുടങ്ങി മറ്റുള്ളവരിലേക്ക് ആ ഒരു ചാനലിൻ്റെ പേര് പറയുന്ന സമയത്ത് അവർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേരൊഴികെ ബാക്കി എല്ലാം തന്നെ സെർച്ച് റിസൾട്ട്സിൽ വരാറുണ്ട്. നിങ്ങളുടെ ചാനലിന് 0 സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, 1000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, ഏത് ചാനലിലും ഉപകരിക്കുന്ന കുറച്ച് ടെക്നിക്സാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഈ ഒരു ടെക്നിക്സ് നിങ്ങളുടെ ചാനൽ നെയിമിന് നിങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനലും സെർച്ച് റിസൾട്ട്സിലേക്ക് ഒന്നാമതായിട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു പേര് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കും, ഡാഡി ദേവസ്യ എന്നാണ് ഈ ഒരു ചാനലിലെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത്. സോ ഇത് തന്നെയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. ഡിഫറൻ്റ് ആയിട്ട് യുണീക്കായിട്ടുള്ളൊരു കീവേഡ്, യൂട്യൂബിലെങ്ങും കാണാൻ സാധിക്കാത്ത തരത്തിലുള്ളൊരു യുണീക്കായിട്ടുള്ളൊരു നെയിമാണ് ഞാൻ എൻ്റെ ചാനലിന് കൊടുത്തിട്ടുള്ളത്. നമ്മളൊരു ചാനലിൻ്റെ നെയിം പിക്ക് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ടും ആ ഒരു നെയിം യൂട്യൂബിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം തന്നെ സെർച്ച് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പേരുകൾ ചിലപ്പോൾ ചില സിനിമകളുടെ നെയിം ആയിരിക്കാം, അല്ലെങ്കിൽ വെബ് സീരീസിൻ്റെ നെയിം ആയിരിക്കാം, ചിലപ്പോൾ ചാനൽസ് അത്തരത്തിൽ കാണും. അപ്പോൾ അത്തരത്തിലുള്ള കീവേഡുകൾ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസുകളോ അല്ലെങ്കിൽ ചാനൽ നെയിമുകളോ ഒക്കെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ളൊരു ചാനലിലൂടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ താഴേക്ക് പോകാനും അല്ലെങ്കിൽ ആ ഒരു സെർച്ച് റിസൾട്ട്സിൽ തന്നെ വരാതിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള നെയിം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മുടെ ഓഡിയൻസിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെയിമാണ് നമ്മുടെ ചാനലിന് കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ചാനലിൻ്റെ നെയിം ഓർത്തിരുന്നാൽ മാത്രമേ നമ്മളുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെട്ട ഫ്യൂച്ചറിലും ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് കയറത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് ഹുക്ക് ചെയ്യുന്ന, അവരുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചാനൽ നെയിം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഹാൻഡിൽ. ഈ ഒരു ചാനൽ ഹാൻഡിൽ ഉപയോഗിച്ചിട്ടും ഇത്തരത്തിലൊരു ചാനൽ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന പേരിൽ ഒരു ചാനലോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പം എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുള്ള ചാനൽ ഹാൻഡിൽ എന്ന് പറയുന്നത് ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ നെയിം തന്നെയാണ്, ഡാഡി ദേവസ്യ. നിങ്ങൾ ഇതേപോലെ തന്നെ ഹാൻഡിൽ കൊടുക്കുന്ന സമയത്ത് ചാനലിൻ്റെ നെയിം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഹാൻഡിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം യൂട്യൂബിൽ ഓൾറെഡി ഇത്തരത്തിലൊരു നെയിമിൽ ഹാൻഡിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വീണ്ടും നിങ്ങൾ വേറെ ഏതെങ്കിലും നെയിം ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് ആ ഒരു നെയിം തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഇയറോടെ, ഇപ്പോൾ 2025 ആണെന്നുണ്ടെങ്കിൽ ഡാഡി ദേവസ്യ 2025 അല്ലെങ്കിൽ X or Y 2025 എന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ഹാൻഡിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ആൽഗരിതത്തിലാണ്. യൂട്യൂബിൻ്റെ ആൽഗരിതത്തിലേക്ക് കയറി പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ യുണീക്കായിട്ടും ഡിഫറൻ്റ് ആയിട്ടും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച ഒരു ചാനൽ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് റിസൾട്ട്സിൽ ടോപ്പിലേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ഇനിയും തുടർന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. സൈനിങ് ഔട്ട്, സിജിൻ ദേവസ്യ.